ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും പാലും ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ടിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ക്രീമി കസ്റ്റേർഡ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്കും പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. പിന്നെ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇത് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തണുത്ത പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒരു 1/4 കപ്പ് ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിൻ്റെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ സോസ് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചൊരു 2 നുള്ള് സാഫ്രോൺ കൂടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തതാണ്. നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ കുറുകി വരും. ഒരുപാട് തിക്കായിട്ടല്ല, നമ്മൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല, എന്നാലും ഇതുപോലെ ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനൊരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെക്കുക. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2-3 തവണയായിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് ടോസ്റ്റ് നന്നായിട്ട് ഗോൾഡൻ കളറിൽ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ ഫസ്റ്റ് ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ആ സൈഡൊന്ന് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല കളറായിട്ട്, ഒരു ഭാഗം നല്ല കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരുപോലെ നന്നായിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ മൊരിച്ചെടുത്താൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസസ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊന്ന് നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം, നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് സോസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കാം. ബ്രെഡ് പീസസ് മുഴുവനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് സോസ് ഗാർണിഷിങ്ങിനായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് സോസ് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ്, ഞാൻ കുറച്ച് പിസ്ത കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ, ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിലുള്ള, സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.